Hi friends, welcome to St.Mary's Learning Academy Erattupeta. KTET PSC എക്സാമുകൾ ഇവയുടെ ഓൺലൈൻ ക്ലാസുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ നടന്നു വരുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ ഡയറ്റിലെ ലെക്ചർ പോസ്റ്റിലേക്കുള്ള ജനറൽ പേപ്പറിൻ്റെ ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. പെർസ്പെക്റ്റീവ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. KTET ഡയറ്റ് PSC എക്സാമുകൾക്കുള്ള സ്റ്റഡി മെറ്റീരിയലിനു വേണ്ടി 7907241846 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ജനറൽ പേപ്പറിൻ്റെ സിലബസ് നമുക്കൊന്ന് നോക്കാം. ഓരോ എക്സാമിനും ലെക്ചറൽ പോസ്റ്റിലേക്കുള്ള ഓരോന്നിനും 50 മാർക്കിന് ജനറൽ സബ്ജക്റ്റും 50 മാർക്കിന് അവരുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, അറബി, തമിഴ് അങ്ങനെ ഓരോ ഓപ്ഷണൽ സബ്ജക്റ്റ് അല്ലെ അസസ്മെൻറ്റ് ഇൻ ലേണിംഗ്, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളാണ് വരുന്നത്. ഇതിനകത്ത് ആദ്യത്തെ 50 മാർക്കിനകത്ത് വരുന്നത് 5 മൊഡ്യൂളുകളാണ്. ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്ക് വീതം 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ചോദ്യത്തിൻ്റെ രീതി ഡിസ്ക്രിപ്റ്റീവാണ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ എഴുതുവാൻ പാകത്തിന് നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്നാമത്തെ മൊഡ്യൂളിൽ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്, റിസോഴ്സസ് ആൻഡ് പ്രാക്ടീസസ്. സെക്കൻഡ് മൊഡ്യൂൾ ICT ഇൻ എഡ്യൂക്കേഷൻ. തേർഡ് മൊഡ്യൂൾ പെർസ്പെക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ. ഫോർത്ത് മൊഡ്യൂൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഫിഫ്ത്ത് മൊഡ്യൂൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. ഈ സിലബസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേറൊരു വീഡിയോ ചെയ്തിരിക്കുന്നതിനാൽ ഡീറ്റെയിൽഡ് സിലബസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന പെർസ്പെക്റ്റീവ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന ഭാഗത്തിൻ്റെ ആദ്യത്തെ പാർട്ടാണ്. അതിനകത്ത് തന്നെ 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫിലോസഫിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് എഡ്യൂക്കേഷൻ. ഇതിനകത്ത് ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന ഭാഗത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. Philosophical perspective of education, role of education in philosophizing the issues of life, metaphysics, epistemology, logic, phenomenology, aesthetic, axiology. ഇതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണയും മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റമോളജി ഇവയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുമാണ് നമ്മളിന്ന് നോക്കുന്നത്. എന്താണ് ഫിലോസഫി? ഫിലോസഫി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആശയം എന്ന് പറഞ്ഞാൽ നോളജ് അല്ലെങ്കിൽ തിങ്കിങ് പാറ്റേൺ എന്നുള്ളതാണ്. എഡ്യൂക്കേഷനും ഫിലോസഫിയും നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കുവാൻ സാധിക്കുകയില്ല. ദേ ആർ സൈഡ്സ് ഓഫ് എ കോയിൻ. എഡ്യൂക്കേഷൻ ആൻഡ് ഫിലോസഫി ആർ സോ inseparably linked that all the educationalists were philosophers and vice versa. Philosophy is as old as human life. Philosophy is a search for comprehensive view of nature, an attempt at a universal explanation of nature of things. ഫിലോസഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേച്ചറിലെ പ്രോബ്ലങ്ങളെക്കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ പ്രകൃതി നമുക്കുണ്ടാകുന്ന ഓരോ പ്രോബ്ലങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ ആൻസർ എന്താണ് എന്നതിനെക്കുറിച്ച് അതിൻ്റെ ആൻസർ അത് എങ്ങനെ കിട്ടും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരു ശാഖയാണേത് ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ പ്രകൃതിയിൽ നിന്നും നമുക്ക് നോളജ് ലഭിക്കും. ഇറ്റ് ഡീൽസ് വിത്ത് എവറിത്തിങ് ഇൻ ദി വേൾഡ് ആൻഡ് ഓൾ ഓഫ് ദി നോളജ്. ഫിലോസഫി ഈസ് നോട്ട് എ ബോഡി ഓഫ് നോളജ്, ഇറ്റ് ഈസ് എ ടെക്നിക്ക് ഓഫ് തിങ്കിങ്. അപ്പം നമ്മൾ ഓരോ ഫിലോസഫിയും എടുക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങൾ വ്യത്യസ്തമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ വീഡിയോയിൽ നോക്കുന്നത്. എറ്റിമോളജിക്കൽ മീനിങ് നോക്കാം. എല്ലാ കേസിലും നമ്മൾ എറ്റിമോളജിക്കൽ ഏത് വാക്കിൻ്റെ ആണെങ്കിലും പരീക്ഷകൾക്ക് എറ്റിമോളജിക്കൽ മീനിങ് അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കണം. ഫിലോസഫി എന്ന് പറയുന്ന വേർഡ് ലിറ്ററലി മീൻസ് ലവ് ഓഫ് വിസ്ഡം. ഗ്രീക്ക് വേർഡ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് ഫിലോസ് ആൻഡ് സോഫിയ. ഫിലോസ് മീൻസ് ലവ്, സോഫിയ മീൻസ് വിസ്ഡം. ഓർത്തിരിക്കാൻ വേണ്ടി ഫിലോസിൻ്റെ ലവ് സോഫിയയെ വിസ്ഡത്തിലേക്ക് നയിച്ചു. ഫിലോസിൻ്റെ ലവ് അല്ലെ ഫിലോസിൻ്റെ സ്നേഹം സോഫിയയെ വിസ്ഡത്തിലേക്ക്, ജ്ഞാനത്തിലേക്ക് നയിച്ചു എന്നുള്ളൊരു കാര്യം ഓർത്താൽ മതി. വിസ്ഡം എന്ന് പറയുന്നത് നോളജ് അല്ല,
ഇൻഫർമേഷൻ അല്ല. നോളജ്, ഇൻഫർമേഷൻ, നോളജ്, വിസ്ഡം, ഇവ മൂന്ന് വ്യത്യസ്ത കാര്യങ്ങളാണ്. അവയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വിവരം, നമുക്ക് കിട്ടുന്ന അറിവുകളെല്ലാം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡേറ്റാസ് എല്ലാമാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നോളജ് എന്ന് പറഞ്ഞാൽ വേരിഫൈഡ് ഇൻഫർമേഷൻ ആണ് നോളജ്. വിസ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡിവൈൻ ആയിട്ടുള്ള കാര്യമാണ്. The wisdom result from pursuing knowledge which gives unity and system of body of science, and which results from a critical examination of grounds of our convictions, prejudice and beliefs. Philosophical quest for truth and wisdom is necessary to lead a fully human life. അതായത് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ചിന്തിക്കുന്ന ഓരോ വ്യക്തി, അതായത് എല്ലാ വ്യക്തിയും എന്താണ്, ഫിലോസഫി ഉള്ള വ്യക്തികളാണ്. അപ്പോൾ ഓരോ വ്യക്തിയും എവരി മാൻ ഈസ് എ ഫിലോസഫർ. അപ്പോൾ നമ്മൾ നമ്മുടെ രീതിയിലായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ചിന്താരീതി വേറൊരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമയത്താണ് അത് എന്തായിട്ട് വരുന്നത്, പ്രശസ്തമായിട്ട് മാറുന്നത്. Every man is a philosopher at his own level, but technically philosophers are designated only those people who can guide others by influencing their ideas and actions with their own. Then Indian concept of philosophy is entirely different. It is darshan. Indian concept of philosophy is known as darshan. ഓർത്തിരിക്കുക, ഇന്ത്യൻ കൺസെപ്റ്റ് ഓഫ് ഫിലോസഫി ഈസ് കോൾഡ് ദർശൻ. അത് സംസ്കൃത് വേർഡിൽ നിന്നുമാണ് ഒറിജിൻ ചെയ്തിരിക്കുന്നത്. ദൃഷ്ടി മീൻസ് ടു സീ. ദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കണ്ണ് ടു സീ. ദൃഷ്ടി എന്തിനാണ് ഉപയോഗിക്കുന്നത്, കണ്ണ്, കാഴ്ചയ്ക്ക്. അതാണ് ഇന്ത്യൻ കൺസെപ്റ്റ്. എന്തിനെയാണ് കാണുന്നത്, ആത്മനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. റിയലൈസേഷൻ ഓഫ് ട്രൂത്ത്. ഇത് മെറ്റാഫിസിക്കൽ അല്ലെങ്കിൽ ഇൻഡ്യൂഷണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ മാത്രമാണ് ഇന്ത്യൻ കൺസെപ്റ്റ് ഓഫ് ഫിലോസഫി പോകുന്നത്. അപ്പോൾ മെറ്റാഫിസിക്കൽ എന്ന് മീൻ ചെയ്യുന്നത് എന്താണ്, ബിയോണ്ട് ഫിസിക്സ് അല്ലെ ആഫ്റ്റർ ഫിസിക്സ്. നമുക്ക് ഭൗതികമായി കാണാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ളത് എന്താണോ അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഇന്ത്യൻ കൺസെപ്റ്റിൽ വരുന്നത്. ഇൻഡ്യൂഷൻ, അവബോധം, തെളിവുകളുടെ ഒന്നും ഇല്ലാതെ ദ ഫാക്കൽറ്റി ഓഫ് നോയിങ് ഓർ അണ്ടർസ്റ്റാൻഡിങ് സംതിങ് വിത്തൗട്ട് റീസണിങ് ഓർ പ്രൂഫ് അല്ലെങ്കിൽ റീസണിങ് ഇല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണിത് ഇൻഡ്യൂഷണൽ. നമ്മൾ ഈ ഇൻഡ്യൂഷൻ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സോഴ്സ് ഓഫ് നോളജിനകത്ത് പഠിക്കുന്നുണ്ട്. ദസ് ട്രൂത്ത് ഈസ് ദി ഡയറക്റ്റ് റിയലൈസേഷൻ ഓഫ് സെൽഫ്. ഇൻഡ്യൂഷൻ ഓഫ് സെൽഫ്, അതായത് ആത്മൻ. ഇന്ത്യൻ കൺസെപ്റ്റ് പറയുമ്പോൾ ആത്മനും ബ്രഹ്മനും ഉണ്ട്. ഒരു വ്യക്തി അവനവനെക്കുറിച്ച് തന്നെ തിരിച്ചറിയുന്നതാണ്, അവനവൻ്റെ ഉള്ളിലുള്ള സത്വമാണ് ഏത്, ആത്മൻ എന്ന് പറയുന്നത്. റിയലൈസേഷൻ ഓഫ് സെൽഫ് ഈസ് നത്തിങ് ബട്ട് എ ലിബറേഷൻ ഫ്രം ദി ബോണ്ട് ഓഫ് ദിസ് മുണ്ടേൻ ലൈഫ്. ഈ ഭൗതിക ലോകത്തിൽ നിന്നുമുള്ള ലിബറൈസേഷൻ ആണ് ഏത്, ഒരു വ്യക്തി അവനവനെ തന്നെ തിരിച്ചറിയുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യൻ കൺസെപ്റ്റ് ഓഫ് ഫിലോസഫിയിൽ വരുന്നത്. അക്കോർഡിംഗ് ടു മാക്സ് മുള്ളർ, ഫിലോസഫി വാസ് റെക്കമെൻഡഡ് ഇൻ ഇന്ത്യ നോട്ട് ഫോർ ദി സേക്ക് ഓഫ് നോളജ് ബട്ട് ഫോർ ദി ഹയസ്റ്റ് പർപ്പസ് ടു ഡിസ്കവർ ആൻഡ് ഫോളോ ദി വേ ടു ദി അതർ ഷോർ അക്രോസ് ദി ട്രബിൾഡ് ഓഷൻ ഓഫ് സൻസാർ. പ്രശ്നങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ നിന്നും അവയുടെ അടുത്ത പടിയിലേക്ക് കടന്നെത്തുക എന്നുള്ളതാണ് ഏത്, ഇന്ത്യൻ ഫിലോസഫിയുടെ ലക്ഷ്യമെന്നുള്ളതാണ്. നോളജ് മാത്രം നേടുക എന്നുള്ളതല്ല എന്നാണ് മാക്സ് മുള്ളൻ പറയുന്നത്. നമുക്ക് കുറച്ച് ഡെഫിനീഷൻസ് ഒക്കെ നോക്കാം. ഈ ഡെഫിനീഷൻസ് ചിലപ്പോൾ എഴുതാൻ ഡയറക്റ്റ് ചോദിക്കാം. MCQ ക്വസ്റ്റ്യൻ അല്ലാത്തതുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവ് ആയതുകൊണ്ട് ഡെഫിനീഷൻസ് ചോദിക്കുക. അതുകൊണ്ട് കുറച്ച് ഡെഫിനീഷൻസ് ഒക്കെ പഠിക്കുക. പ്ലേറ്റോയുടെ കൺസെപ്റ്റ് അനുസരിച്ച്, അതായത് വെസ്റ്റേണും ഇന്ത്യനും ഫിലോസഫിയിലുള്ള വ്യത്യാസം ആ ഡെഫിനേഷനിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. നോളജ് ഓഫ് എറ്റേണൽ നേച്ചർ ഓഫ് തിങ്സ് വിച്ച് ഈസ് ഇൻ ഫാക്ട് നോളജ് ഓഫ് ട്രൂ നേച്ചർ ഓഫ് ഡിഫറെൻറ്റ് തിങ്സ് ഈസ് ഫിലോസഫി. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, ഫിലോസഫി ഈസ് എ സയൻസ് വിച്ച് ഡിസ്കവേഴ്സ് ദ റിയൽ നേച്ചർ ഓഫ് സൂപ്പർ നാച്ചുറൽ തിങ്സ്. According to Henderson, philosophy is an attempt to conceive and present an inclusive and systematic view of the universe and its main place in it. It is a rigorous, disciplined and guard analysis of some most difficult problems which man has ever faced. Dr. S. Radhakrishnan, Darshan is a logical opposition of the nature of reality.
Bertrand Russell, philosophy, like other studies, aims primarily at knowledge. ഡെഫിനീഷൻസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. കുറച്ച് ഡെഫിനീഷൻസ് എന്തായാലും ഏതെങ്കിലും ഒരു ഡെഫിനീഷൻ ചോദിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഡെഫിനീഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. ദെൻ ഫിലോസഫി ആസ് ഡീപ്പ് ആസ് പ്രൊഫൗണ്ട് തിങ്കിങ്. അപ്പം വെസ്റ്റേൺ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ കണ്ടു ഫിലോസഫി എന്ന് പറയുന്നത് എന്താണ്, തിങ്കിങ് അല്ലെങ്കിൽ നോളജ് അക്വയർ ചെയ്യാനുള്ള മെത്തേഡ് ഒക്കെയാണ്. അപ്പം ഫിലോസഫി എന്ന് പറയുന്നത് ചുമ്മാ ഉള്ള തിങ്കിങ് അല്ല, അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തിങ്കിങ് ആണ്. Philosophy is an attempt to answer the ultimate questions of life. Philosophy is the attempt to think in most general and systematic way about everything in the universe, about the whole of reality. Here we think about ourselves or the surrounding. Thus, philosophy of law, science, mathematics, economics, art, religion, education and philosophers of philosophy is there. Then primary features of philosophy. ഫിലോസഫിയുടെ പ്രൈമറി ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ആർട്ടിക്കുലേഷൻ, സെക്കൻഡ് വൺ ആർഗ്യുമെൻറ്റ്, തേർഡ് വൺ അനാലിസിസ്, ഫോർത്ത് വൺ സിന്തസിസ്. There are 4 primary features of philosophy. First one articulation, second one argument, third one analysis, fourth one synthesis. Articulation എന്താണെന്ന് നമുക്ക് നോക്കാം. Putting our ideas in clear, concise, readily understandable languages. നമുക്ക് ഉള്ള ഐഡിയാസിനെ നമ്മളൊരു സിസ്റ്റമാറ്റിക് രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ആർഗ്യുമെൻറ്റ്, വാദം. അതായത് വാദം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വിത്ത് റീസൺസ്, നമുക്കുള്ള ഐഡിയാസിനെ റീസൺസ് വെച്ച് നമ്മൾ കൊടുക്കുന്നതാണ് ഏത് വരുന്ന ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. സപ്പോർട്ടിങ് അവർ ഐഡിയാസ് വിത്ത് റീസൺസ് ഫ്രം അതർ ഐഡിയാസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഒബ്സർവേഷൻസ് ടു എസ്റ്റാബ്ലിഷ് അവർ കൺക്ലൂഷൻസ് ആൻഡ് ഓവർകം ഒബ്ജെക്ഷൻസ്. എതിർപ്പുകളെ ഇല്ലാതെ നമ്മുടെ ഐഡിയാസ് കറക്റ്റാണ് എന്ന് നമ്മൾ ആർഗ്യുമെൻറ്റിലൂടെ പറയുകയാണ് ചെയ്യുന്നത്. അടുത്ത 2 കാര്യങ്ങളാണ് അനാലിസിസും സിന്തസിസും. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അനാലിസിസ്, അണ്ടർസ്റ്റാൻഡിങ് ആൻ ഐഡിയ ബൈ ഡിസ്റ്റിങ്വിഷിംഗ് ആൻഡ് ക്ലാരിഫയിങ് ഇറ്റ്സ് വേരിയസ് കമ്പോണൻസ്. സിന്തസിസ്, ഗാദറിംഗ് ടുഗദർ ഡിഫറെൻറ്റ് ഐഡിയാസ് ഇൻ ടു എ സിംഗിൾ യൂണിഫൈഡ് വേർഷൻ. Synthesis and analysis are related to inductive reasoning and deductive reasoning, or inductive method and deductive method. അനാലിസിസ് അതായത് വിശകലനം. അപ്പോൾ നമ്മൾ ഡിസ്റ്റിങ്വിഷിംഗ് ആൻഡ് ക്ലാരിഫയിങ് ഇറ്റ്സ് വേരിയസ് കമ്പോണൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ജനറൽ ടു പർട്ടിക്കുലർ ആയിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കും ഡിഡക്റ്റീവ് മെത്തേഡുമായിട്ട്. അതുപോലെ സിന്തസിസ് എന്ന് പറഞ്ഞാൽ അതിനെ ഇൻഡക്റ്റീവ് മെത്തേഡുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. ഇനി നേച്ചർ ഓഫ് ഫിലോസഫി. ഫിലോസഫിയുടെ നേച്ചർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫിലോസഫി ഈസ് ആൻ ആക്ടിവിറ്റി ഓഫ് ക്രിട്ടിക്കിംഗ്. ദാറ്റ് മീൻസ് ഇറ്റ് ക്ലാരിഫൈസ് ദി അസംഷൻസ് ദാറ്റ് ഈസ് ടേക്കൺ ഫോർ ഗ്യാരണ്ടീഡ്, അനാലിസിസ് കൺസെപ്റ്റ്, ടെസ്റ്റ് ഹൈപ്പോത്തസിസ്, establish consistency, present unity of outlook and inspired logical reasoning. അതായത് ഫിലോസഫി എന്ന് പറയുന്നത് ക്രിട്ടിക്ക് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. നമ്മുടെ മുൻപിൽ വരുന്ന ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ക്രിട്ടിക്കായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത് ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഹൈപ്പോത്തസിസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യും, അതിനെ ടെസ്റ്റ് ചെയ്യും, കൺസിസ്റ്റൻസി ടെസ്റ്റുകൾ നടത്തും. ഇതെല്ലാം നമ്മൾ ലോജിക്കൽ റീസണിങ്ങിലൂടെയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫിലോസഫി ഈസ് എ സിസ്റ്റമാറ്റിക് എൻക്വയറി. വി ക്യാൻ എൻക്വയർ ഡിഫറെൻറ്റ് മെത്തേഡ്. സിസ്റ്റമാറ്റിക് ആയിട്ടും അല്ലാതെയും നമുക്ക് എൻക്വയറി ചെയ്യാം. ബട്ട് ഫിലോസഫി ഈസ് എ സിസ്റ്റമാറ്റിക് എൻക്വയറി ടു ദി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രിസപ്പോസിഷൻസ് ഓഫ് എനി ഫീൽഡ് ഓഫ് സ്റ്റഡി. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് തിങ്കിങ് and it explains meaning, principles underlying a problem, thought and knowledge. Philosophy helps one to analyze the questions orthodox and express things clearly.
സിസ്റ്റമാറ്റിക് ആയിട്ട് എൻക്വയറി ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ഫിലോസഫി ചെയ്യുന്നത്. ഫിലോസഫി ഈസ് ആൻ ഇൻറ്റഗ്രേറ്റീവ് ഡിസിപ്ലിൻ. ഫിലോസഫി ഈസ് നോട്ട് എ സിംഗിൾ ബോഡി ഓഫ് നോളജ്. അതായത് ഫിലോസഫി എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ പലത് കൂടിച്ചേരുന്നതാണ്. അത് സയൻസ് ഉണ്ട്. ഫിലോസഫി എന്ന് പറയുന്നത് മദർ ഓഫ് ഓൾ സയൻസ് ആണ്. അപ്പോൾ ഫിലോസഫി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമല്ല നമ്മൾ നോക്കുന്നത്, എല്ലാ മെത്തേഡും നോക്കുന്നുണ്ട്. ബോഡി ഓഫ് നോളജ് മാത്രമല്ല പല ഡിസിപ്ലിൻ്റെ ഒരു ഇൻറ്റഗ്രേഷനാണ് ഫിലോസഫി എന്ന് പറയുന്നത്. ഫിലോസഫി ഈസ് എ ടെക്നിക്ക് ഓഫ് തിങ്കിങ്. ഇതൊരു ചിന്തിക്കാനുള്ള ഒരു വഴിയാണ് ഫിലോസഫി എന്ന് പറയുന്നത്. ഇവിടെ കൂടുതലായിട്ടും വരുന്നത് റിഫ്ലക്റ്റീവ് തിങ്കിങ്ങിനാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ അതിനെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു എഫക്റ്റാണ് ഫിലോസഫിക്കുള്ളത്. ഇറ്റ് അറ്റംപ്റ്റ് ടു തിങ്ക് ട്രൂലി അബൌട്ട് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആസ് എ ഹോൾ ആൻഡ് മേക്ക് അവർ ഹോൾ എക്സ്പീരിയൻസ് ഇൻ്റലിജിബിൾ. And it is a reflective thinking about the world and things in it. It teaches not what to think but how to think. എന്ത് ചിന്തിക്കണമെന്നല്ല, എങ്ങനെ ചിന്തിക്കണമെന്നുള്ളതാണ് ഫിലോസഫി പഠിക്കുന്നത്. അടുത്ത ഫിലോസഫി ഈസ് എ വേ ഓഫ് ലൈഫ്. ഈച്ച് men live according to their own philosophy, their conception of the world. It is a dynamic living force. അത് ഫിലോസഫി എന്ന് പറയുന്നത് ഓരോ വ്യക്തിയെയും മുന്നോട്ട് നയിക്കുന്ന, ഓരോ വ്യക്തിയെയും അവൻ്റെ ഫിലോസഫിയാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ഫിലോസഫിയുടെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ഓഫ് ക്രിട്ടിക്, സിസ്റ്റമാറ്റിക് എൻക്വയറി, ഇൻറ്റഗ്രേറ്റീവ് ഡിസിപ്ലിൻ. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് തിങ്കിങ് ആൻഡ് ഫിലോസഫി ഈസ് എ വേ ഓഫ് ലൈഫ്. ദെൻ ബ്രാഞ്ചസ് ഓഫ് ഫിലോസഫി. ഫിലോസഫിയുടെ ബ്രാഞ്ചസ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഓരോ പുസ്തകത്തിലും ഓരോന്നാണ്, ഓരോ കാലഘട്ടത്തിലും ഓരോന്നാണ്. നമ്മൾ കൂടുതലായിട്ടും പറയുന്ന 3 ബ്രാഞ്ചസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് പ്രോബ്ലം ഓഫ് റിയാലിറ്റി മെറ്റാഫിസിക്സ്, സെക്കൻഡ് വൺ പ്രോബ്ലം ഓഫ് നോളജ് എപ്പിസ്റ്റമോളജി ആൻഡ് പ്രോബ്ലം ഓഫ് വാല്യൂസ് ആക്സിയോളജി. ഇവ 3 മെയിൻ ആയിട്ടുള്ള 3 ബ്രാഞ്ചസ്. പിന്നെ അതിന് ഓരോന്നിനും സബ് ബ്രാഞ്ചസ് ഉണ്ട്. ഇനി പുതിയ ബുക്കുകളൊക്കെ എടുക്കും, പോസിറ്റിവിസം, മോഡേൺ കൺസെപ്റ്റുകളൊക്കെ വരുമ്പോൾ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ട്. ഓരോന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓരോ ബ്രാഞ്ചസ് ഉണ്ട്. നമ്മൾ കൂടുതലായിട്ടും പഴയ സിലബസ് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ 3 ബ്രാഞ്ചസ് ആണ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് നോക്കുക, റിയാലിറ്റി, നോളജ്, വാല്യൂസ്. ഈ 3 പ്രോബ്ലത്തിനെയാണ് ഫിലോസഫി മേജറായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ അനുസരിച്ച് പ്രോബ്ലം ഓഫ് റിയാലിറ്റി ഈസ് മെറ്റാഫിസിക്സ്, പ്രോബ്ലം ഓഫ് നോളജ് ഈസ് എപ്പിസ്റ്റമോളജി ആൻഡ് പ്രോബ്ലം ഓഫ് വാല്യൂസ് ആക്സിയോളജി. ഇനി എന്താണെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം, അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്നാമത് പ്രോബ്ലം ഓഫ് റിയാലിറ്റി മെറ്റാഫിസിക്സ്. അതായത് നമ്മുടെ ചിന്ത, എന്താണ് സത്യം? ഓരോ ഫിലോസഫിയും സത്യാന്വേഷണമാണ് നടത്തുന്നത്. എന്താണ് സത്യം, എന്താണ് മിഥ്യ, എന്താണ് യാഥാർത്ഥ്യം, ഇതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ്, ട്രൂത്തിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് എന്ത് പറയുന്നത്? ഫിലോസഫി. നമുക്ക് ഇതിനകത്ത് ലിറ്ററലി മീനിങ് നോക്കണം, അതിൻ്റെ അടുത്ത ബ്രാഞ്ചസുകൾ ഉണ്ടെങ്കിൽ അവയെക്കുറിച്ചൊന്ന് നോക്കണം. അപ്പം മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി മീൻസ് ബിയോണ്ട് ഫിസിക്സ് ഓർ ആഫ്റ്റർ ഫിസിക്സ്. മീനിങ് നോക്കാം. മെറ്റ മീൻസ് ആഫ്റ്റർ, ഫിസിക്ക മീൻസ് ദോസ് ഓൺ നേച്ചർ. ഫിസിക്കൽ വേർഡിന് അപ്പുറത്തുള്ളത് എന്താണോ അതാണ് ഏത്? മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. That is, it deals with the problems like God, soul and other supernatural phenomena. Then the things which is beyond our physical reach is metaphysics. Okay, so we can say the things which is beyond our physical reach. നമുക്ക് ശാരീരികമായിട്ട് അനുഭവിക്കാനോ സെൻസ് ചെയ്യാനോ പറ്റാത്തതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളെയാണ് ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നത്. മെറ്റാഫിസിക്സ് എന്ന ബ്രാഞ്ചിൽ, ഫിലോസഫിയുടെ ബ്രാഞ്ചിൽ നമ്മൾ പഠിക്കുന്നത്. അതിന് തന്നെ 5 പാർട്ടുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് തിയോളജി, രണ്ടാമത്തെ കൺസെപ്റ്റ് ഓഫ് സോൾ, തേർഡ് വൺ സയൻസ് ഓഫ് യൂണിവേഴ്സ്, ഫോർത്ത് വൺ സയൻസ് ഓഫ് ക്രിയേഷൻ, ഫിഫ്ത്ത് വൺ കോസ്മോളജി. എന്താണെന്ന് നോക്കാം. തിയോളജി, ദൈവതത്വശാസ്ത്രം. അതിൽ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ദൈവശാസ്ത്രം എന്ന് പറയുന്നതാണ് തിയോളജി. അപ്പോൾ ദൈവത്തെക്കുറിച്ച് തന്നെ പഠിക്കുന്നതാണ്. That is, it deals with the nature and existence of God, His wishes, commands, His power and His relation to the universe, especially to the human beings. ദൈവത്തിന് മനുഷ്യനുമായിട്ടുള്ള ബന്ധം എന്താണ്?
ദൈവത്തിൻ്റെ പവർ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ശാസ്ത്രമാണ് ഏത് തിയോളജി എന്ന് പറയുന്നത്. ദെൻ കൺസെപ്റ്റ് ഓഫ് സോൾ. ഹിയർ വി സ്റ്റഡി ദി പർപ്പസ് ആൻഡ് റോൾ ഓഫ് ലിവിങ് ഓർഗാനിസം, എക്സിസ്റ്റൻസ് ഓഫ് സോൾ ആൻഡ് ഇറ്റ്സ് റിലേഷൻ ടു ദി മോർട്ടൽ ബോഡി. മർത്യ ശരീരത്തിൽ ആത്മാവിൻ്റെ സ്വാധീനവും അത് ലിവിങ് ഓർഗാനിസത്തിൽ അതിൻ്റെ റോൾ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്, തത്വശാസ്ത്ര ശാഖയാണ് ഏത് കൺസെപ്റ്റ് ഓഫ് സോളിൽ വരുന്നത്. അടുത്തതാണ് സയൻസ് ഓഫ് യൂണിവേഴ്സ്. പ്രകൃതി, പ്രപഞ്ചം, അതായത് പ്രപഞ്ചത്തിലെ നശ്വരവും അനശ്വരവുമായ എലമെൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഏത് സയൻസ് ഓഫ് യൂണിവേഴ്സ്. ഇറ്റ് ഡീൽസ് വിത്ത് ദി ഒറിജിൻ ആൻഡ് എൻഡ് ഓഫ് യൂണിവേഴ്സ്, ഇറ്റ്സ് മോർട്ടൽ ആൻഡ് ഇമ്മോർട്ടൽ എലമെൻറ്റ്സ് ആൻഡ് തിയറീസ് എക്സ്പ്ലൈനിങ് ടു ദീസ്. നമ്മൾ ഇതിൻ്റെ സെൻറ്റൻസുകളൊക്കെ മെയിൻ പോയിൻറ്റ്സ് വെച്ച് ഏറ്റവും ഷോർട്ടായിട്ട് പഠിച്ചു വെക്കണം. നമുക്ക് പരീക്ഷയ്ക്ക് ഒരു സ്ഥലം തരും, 2 മാർക്ക് ക്വസ്റ്റ്യൻ, 4 മാർക്ക് ക്വസ്റ്റ്യൻ. നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കുവാണെങ്കിൽ അതിനകത്ത് കാണുന്ന 2 മാർക്ക് 4 മാർക്ക് 8 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസാണ് കാണുന്നത്. അപ്പോൾ ഈ 2 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് ഒരു സ്പേസ് തരുമ്പോൾ ആ സ്പേസിനുള്ളിൽ എഴുതാൻ പാകത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ നമ്മൾ ആ സമയത്തിനുള്ളിൽ എഴുതാൻ പാകത്തിന് തയ്യാറായിട്ട് പഠിക്കണം. Next is science of universe. Okay, I already discussed. Then science of creation. How this universe has been created and how will it come to an end, etc. are discussed here. Next one is cosmology. It deals with the creation of cosmos and other living and non-living things. അപ്പം 5 പാർട്ടാണ് ഏതിനുള്ളത്, മെറ്റാഫിസിക്സിന് ഉള്ളത്. മെറ്റാഫിസിക്സ് മീൻസ് ബിയോണ്ട് ഫിസിക്സ് ഓർ ആഫ്റ്റർ ഫിസിക്സ്. മെറ്റാ മീൻസ് ആഫ്റ്റർ, Physica, those on nature. Next is epistemology, that is belief about knowledge. അറിവ് എവിടെ നിന്ന് വരുന്നു, എങ്ങനെയാണ് അറിവ് നേടുന്നത്, എന്താണ് അറിവിൻ്റെ നേച്ചർ, ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. Here we study about human intelligence, his capacity to acquire knowledge, nature and verification of evidence and knowledge, and various methods of acquisition of knowledge. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ നോളജുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതെങ്ങനെയൊക്കെയാണ് നോളജ് അക്വയർ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ അടുത്ത പാർട്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇനി അടുത്തത് നോക്കാം. അടുത്ത പ്രോബ്ലം ബ്രാഞ്ചാണ് ആക്സിയോളജി, ബിലീവ് അബൌട്ട് വാല്യൂസ്. ഇതിനകത്ത് 3 ബ്രാഞ്ചാണുള്ളത്, ലോജിക്, എത്തിക്സ്, എയ്ത്തറ്റിക്. അപ്പം ആക്സിയോളജിക്കകത്ത് 3 എണ്ണമാണുള്ളത്, ലോജിക്, എത്തിക്സ് ആൻഡ് എസ്തെറ്റിക്. ലോജിക് എന്ന് പറയുമ്പം റീസണിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഇറ്റ് ഡിറ്റർമൈൻസ് റിയൽ നേച്ചർ ഓഫ് തിങ് ആൻഡ് കൺക്ലൂഷൻ ഈസ് ഡ്രോൺ ത്രൂ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്സ്. ഇപ്പോൾ ലോജിക് എന്ന് പറയുന്ന ഒരു പാർട്ട് പുതിയ നമ്മൾ ബ്രാഞ്ചസിൽ നോക്കുവാണെങ്കിൽ അതിനകത്ത് ഒഴിവാക്കി കാണുന്നുണ്ട്. എത്തിക്സും എയ്ത്തറ്റിക്കും മാത്രമേ ആക്സിയോളജിയുടെ പാർട്ടായിട്ട് കാണുന്നുള്ളൂ. എങ്കിലും നമ്മൾ പഴയ സിലബസ് വെച്ച് നോക്കുമ്പോൾ ഇത് 3 ഉണ്ട്, ലോജിക്, എത്തിക്സ് ആൻഡ് എസ്തെറ്റിക്സ്. ലോജിക്കായിട്ട് നമ്മൾ ചിന്തിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഇൻഡക്റ്റീവ് അല്ലെ ഡിഡക്റ്റീവ് മെത്തേഡിലൂടെ നമ്മൾ ഓരോ പ്രോബ്ലത്തിനും കൺക്ലൂഷനിൽ എത്തിച്ചേരുക. എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്, കണ്ടക്ട് ഓഫ് മാൻ, എങ്ങനെ ജീവിക്കുന്നു, അതായത് മോറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഏത് എത്തിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് concerned with the conduct of man in society by democrating a line between good and bad. നല്ലതും ചീത്തയും നന്മ തിന്മകളെ വേർതിരിച്ചുള്ള ഒരു ശാഖയാണ് ഏത് എത്തിക്സ് എന്ന് പറയുന്നത്. എസ്തെറ്റിക്സ് മീൻസ് പ്രോബ്ലം ഓഫ് ബ്യൂട്ടി. വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ ടു അണ്ടർസ്റ്റാൻഡ് ബ്യൂട്ടി ആൻഡ് അൾഗിനസ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഏത് എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ആക്സിയോളജി, പ്രോബ്ലം ഓഫ് വാല്യൂസ് നമ്മൾ ജനറലായിട്ട് പറയും. അതിനകത്ത് 3 എണ്ണമാണുള്ളത്, ലോജിക്, എത്തിക്സ്, എസ്തെറ്റിക്സ്. ലോജിക്ക് ഇമാജിനേഷൻ ആൻഡ് ത്രൂ ഇമാജിനേഷൻ ആൻഡ് റീസണിങ് ഡൊമിനേറ്റ് ഇൻ ദിസ് മെത്തേഡ് ഓഫ് എൻക്വയറി. ഓക്കെ, എത്തിക്സ് കണ്ടക്ട് ഓഫ് മാൻ ഓർ മീൻസ് വാല്യൂസ്, സ്റ്റഡി ഓഫ് വാല്യൂസ്. എസ്തെറ്റിക് സ്റ്റഡി ഓർ കൺസേൺഡ് വിത്ത് ദി പ്രോബ്ലംസ് ഓഫ് ബ്യൂട്ടി. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഫിലോസഫിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ആദ്യത്തെ ഫിലോസഫിയാണ് മെറ്റാഫിസിക്സ് എന്ന് ആദ്യത്തെ ബ്രാഞ്ചാണ്, ഫിലോസഫിയുടെ ബ്രാഞ്ചാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. മെറ്റാഫിസിക്സ് ലിറ്ററലി മീൻസ് ബിയോണ്ട് ഫിസിക്സ് ഓർ ആഫ്റ്റർ ഫിസിക്സ്. മെറ്റ, ആഫ്റ്റർ, ഫിസിക്ക, ദോസ് ഓൺ നേച്ചർ. ഡീൽസ് വിത്ത് ദി പ്രോബ്ലംസ് ലൈക്ക് സോൾ, ഗോഡ് ആൻഡ് അതർ സൂപ്പർ നാച്ചുറൽ ഫിനോമിന.
നമുക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ഏത് പാർട്ടിൽ നിന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു 8 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ച അത്രയും ഭാഗം പഠിച്ചാൽ പോരാ. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഈ ഒരു കേസ് നമ്മൾ നോക്കുക, നമ്മുടെ ഫിലോസഫിക്കൽ, സോഷ്യോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും കൂടുതൽ പോർഷൻസ് ഉള്ളത്. അതിനാണ് ഏറ്റവും കുറവ് മാർക്കും വരുന്നത്. പക്ഷെ നമ്മളത് നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം. എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഓരോ പാർട്ടും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമെന്ന രീതിയിൽ വേണം നമ്മൾ പഠിക്കാൻ. അപ്പം മെറ്റാഫിസിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് നേച്ചർ ഓഫ് അൾട്ടിമേറ്റ് റിയാലിറ്റി ആൻഡ് സ്പെക്കുലേഷൻസ് അബൌട്ട് ദ നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ്. ഇറ്റ് ആസ്ക് ദി ക്വസ്റ്റ്യൻ ആഫ്റ്റർ all the non-essentials of life have been stripped away, what is genuinely real? എന്താണ് റിയൽ ആയിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ് ഏത് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. അവർ ബിലീവ്സ് അബൌട്ട് ദി നേച്ചർ ഓഫ് റിയാലിറ്റി. ഈ നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്നുള്ളൊരർത്ഥമാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എൻവയോൺമെൻ്റ് അല്ല എന്നുള്ളൊരു കാര്യം ഓർക്കുക. ഡിറ്റർമൈൻ ഹൗ വി പ്രിസീവ് അവർ റിലേഷൻഷിപ്പ് ടു ദി യൂണിവേഴ്സ് ആൻഡ് ടു ദി സൊസൈറ്റി. These beliefs raise our most important questions, what is and what not real, and also begin to provide the answers to these questions. Is reality spiritual or material? Reality, സത്യമായിട്ടുള്ള കാര്യം സ്പിരിച്വൽ ആയിട്ടുള്ളതാണോ മെറ്റീരിയൽ ആണോ? What is the origin of universe? Is it inherently purposeful by its own design, or do we create our own purpose? In their speculations into the nature of reality, philosophers have drawn varying conclusions. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ളതാണോ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ റിയൽ ആയിട്ടുള്ളത്? ഈ യൂണിവേഴ്സിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഒറിജിൻ എന്താണ്? ഇത് മനുഷ്യൻ തന്നെ അവൻ തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏത് മെറ്റാഫിസിക്സിനകത്ത് ചിന്തിക്കുന്നത്. അപ്പോൾ അത് പല ഫിലോസഫിക്കൽ തോട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം, അങ്ങനെയുള്ള പല ഫിലോസഫിക്കൽ ബ്രാഞ്ചസ് ഉണ്ട്. അതിനകത്ത് ഓരോന്നിനകത്ത് ഉള്ളത് നമ്മളൊന്ന് നോക്കുക. ഇതിനകത്ത് നമ്മളിപ്പോൾ 3 എണ്ണമാണ് മെയിനായിട്ട് നോക്കുന്നത്. ഐഡിയലിസവും റിയലിസവും പ്രാഗ്മാറ്റിസവും ആണ്. റിയലിസം സംവാട്ട് സെയിം ആസ് നാച്ചുറലിസം. നമുക്ക് ചുരുക്കി പറയുവാണെങ്കിൽ, പിന്നെ ഓരോന്നിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ മാറ്റമുണ്ട്. അപ്പം ഐഡിയലിസ് പറയുന്നത് എന്താണ്? അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ളതാണ്. മെറ്റീരിയൽ ടേംസ് അല്ല, നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള ടേംസ് ആണ്. ഗോഡാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നു. ദെൻ ഇൻ ദ വ്യൂ ഓഫ് റിയലിസ്റ്റ്, ഒബ്ജക്ട്സ് ആണ്, പ്രകൃതിയിൽ കാണുന്ന ഒബ്ജക്ട്സ് ആണ്. നാച്ചുറൽസ് എന്ന് പറയുമ്പോൾ എൻവയോൺമെൻ്റ് ആണ് റിയൽ ആയിട്ടുള്ളത്. ദെൻ ഒബ്ജക്ട്സ് ആണ്, വസ്തുക്കളാണ് റിയാലിസത്തിൽ റിയൽ ആയിട്ടുള്ളത്. ദെൻ ഇൻ ദി കേസ് ഓഫ് പ്രാഗ്മാറ്റിസ്, ആക്ഷൻസിലൂടെ എക്സ്പീരിയൻസിലൂടെ ലഭിക്കുന്ന ആക്ഷൻസ് ആണ് റിയൽ ആയിട്ടുള്ളതെന്നാണ് ആര് പറയുന്നത്? പ്രാഗ്മാറ്റിക്സ് പറയുന്നത്. മെറ്റാഫിസിക്സിൻ്റെ ഫാദറായിട്ട് റിഗാർഡ് ചെയ്യുന്നത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ ഈസ് റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് മെറ്റാഫിസിക്സ്. അപ്പം മെറ്റാഫിസിക്സിൻ്റെ ഫാദർ ആരാണ്? അരിസ്റ്റോട്ടിൽ. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മെറ്റാഫിസിക്സ് ഡീൽ ചെയ്യുന്നത്? ഈസ് റിയാലിറ്റി ഈസ് സ്പിരിച്വൽ ഓർ മെറ്റീരിയൽ? വാട്ട് ഈസ് ദി ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്? Is it inherently purposeful by its own design, or do we create our own purpose? അപ്പോൾ ഐഡിയലിസത്തിൽ സ്പിരിച്വലാണ്, റിയലിസത്തിൽ ഒബ്ജക്ട്സ് ആണ്, നാച്ചുറലിസത്തിൽ നേച്ചറാണ് അല്ലെ എൻവയോൺമെൻറ്റ്. ദെൻ പ്രാഗ്മാറ്റിസം എന്താണ്? ആക്ഷൻ ഓർ എക്സ്പീരിയൻസ് ആർ റിയൽ. അരിസ്റ്റോട്ടിൽ ഈസ് റിഗാർഡഡ് ആസ് ഫാദർ ഓഫ് മെറ്റാഫിസിക്സ്. ഇനി മെറ്റാഫിസിക്സും എഡ്യൂക്കേഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം മെറ്റാഫിസിക്സ് ഈസ് റിലേറ്റഡ് ടു ഓൾ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ഇൻ ഹ്യൂമൻ ലൈഫ്, സോ ഇറ്റ് കനോട്ട് അവോയ്ഡ് എഡ്യൂക്കേഷൻ. അപ്പം എഡ്യൂക്കേഷനും മെറ്റാഫിസിക്സും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. മെറ്റാഫിസിക്സ് എന്താണ് ഡീൽ ചെയ്യുന്നത്? മനുഷ്യൻ്റെ ഓരോ പ്രശ്നത്തിൻ്റെയും കാരണം എന്താണെന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. അപ്പം മെറ്റാഫിസിക്സ് റിലേറ്റഡ് ടു ദി എഡ്യൂക്കേഷണൽ തിയറി ആൻഡ് പ്രാക്ടീസ് ഇൻ മെനി വേ. ഇപ്പം നമ്മുടെ കരിക്കുലം കൺസ്ട്രക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മെറ്റാഫിസിക്സ് ഓഫ് എ നേച്ചർ. ഒരു രാജ്യത്തിൻ്റെയും നേഷൻ്റെയും മെറ്റാഫിസിക്സ് അല്ലെങ്കിൽ ഫിലോസഫി എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? കരിക്കുലം കൺസ്ട്രക്ഷനെ സ്വാധീനിക്കുന്നുണ്ട്.
ടീച്ചേഴ്സിനെ സ്വാധീനിക്കുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്ക് ഓതേഴ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, മറ്റ് ഫോർമൽ സ്കൂളിംഗ് റിപ്രസെൻറ്റ് ദി അറ്റംപ്റ്റ് ഓഫ് കരിക്കുലം മേക്കേഴ്സ്, ടീച്ചേഴ്സ് ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ഓതേഴ്സ് ടു ഡിസ്ക്രൈബ് certain aspects of reality to the students. For example, inclusion or exclusion of spiritual education in curriculum depends on one's metaphysical position. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഫിലോസഫി ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? ഒരു എക്സാമ്പിളാണ് പറയുന്നത്, സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഉൾപ്പെടുത്തണോ വേണ്ടിയോ എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ടീച്ചർ ഒരു സെയിം ടോപ്പിക് ആണെങ്കിലും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ മെറ്റാഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഏതിനെ ക്ലാസ് റൂം ട്രാൻസാക്ഷനെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, ഓൾസോ ഓൾ ടീച്ചേഴ്സ് മേ നോട്ട് ഹാവ് ആർഗ്യുമെൻറ്റ് ഓൺ ദി കോൺഫ്ലിക്റ്റിംഗ് ഇഷ്യൂസ് പോസ്ഡ് ബൈ മെറ്റാഫിസിക്സ്. They do take a stand depending upon their own metaphysics on issues like, is there is a purpose of life? Does life have a meaning? Is there is set of enduring principles that guide the operation of the universe? അതായത് ഓരോ വ്യക്തിയും ക്ലാസ്സിലെടുക്കുമ്പം സെയിം കണ്ടൻ്റ് ആണെങ്കിലും പല തരത്തിൽ അവരുടെ വ്യൂ അനുസരിച്ചാണ് പറയുന്നത്. ആ ഫിലോസഫിക്കൽ വ്യൂ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഏതാണ്? എഡ്യൂക്കേഷനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. അടുത്ത ബ്രാഞ്ചാണ് എപ്പിസ്റ്റെമോളജി. എപ്പിസ്റ്റെമോളജി പ്രോബ്ലം ഓഫ് നോളജ്, നോളജുമായിട്ട് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് നോളജുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇത് ഒറിജിൻ ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് വേർഡ് എപ്പിസ്റ്റെമെ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ്. ദാറ്റ് മീൻസ് നോളജ്. ഗ്രീക്ക് വേർഡ് എപ്പിസ്റ്റെമെ വിച്ച് മീൻസ് നോളജ്. ഇത് സംസ്കൃതത്തിൽ, ഇന്ത്യയുടെ കേസ് വരുമ്പോൾ സംസ്കൃത് ഇക്വലൻ്റ് പ്രമാണ ഡീൽസ് വിത്ത് കണ്ടീഷൻസ് ആൻഡ് സോഴ്സ് ഓഫ് നോളജ്. അപ്പോൾ എപ്പിസ്റ്റെമോളജി എന്ന് പറയുന്നത് എവിടെ നിന്ന് നോളജ് ഒറിജിൻ ചെയ്യുന്നു, എന്തൊക്കെയാണ് നോളജ് അക്വയർ ചെയ്യാനുള്ള മെത്തേഡ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് എപ്പിസ്റ്റെമോളജി ചോദിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഹൗ വി ഡു നോ വാട്ട് വി നോ, can we know the real, what is knowledge, what are the sources of knowledge, how can we know that our knowledge is real, what are the limits of our knowing, how can we distinguish between true and false knowledge, what is the relation between knower and the known, what is ignorance, is it is a form of knowledge. ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഏത് ചോദിക്കുന്നുണ്ട്? എപ്പിസ്റ്റെമോളജി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓരോ ഫിലോസഫിയിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം പ്രോബ്ലം ഓഫ് നോളജ്, നമ്മുടെ പ്രോബ്ലംസ് സെൻസ് പെർസെപ്ഷനിലൂടെ ആണ് നമ്മൾ ഈ നോളജിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത്. സെൻസസ് എത്ര എണ്ണമുണ്ട്? 5 എണ്ണമുണ്ട്. ആ സെൻസിലൂടെ പെർസെപ്റ്റ് ചെയ്യുന്ന, സംവേദനം ചെയ്യപ്പെടുന്നവയെ എക്സ്പീരിയൻസ് ചെയ്യുന്നവയെ നമ്മൾ എന്താക്കി മാറ്റുന്നു? കൺസെപ്റ്റാക്കി മാറ്റുന്നു. ആ കൺസെപ്റ്റിനെ എന്താക്കി മാറ്റുന്നു? ഐഡിയാസ് ആക്കി മാറ്റുന്നു. പെർസെപ്റ്റ്, കൺസെപ്റ്റ്, ഐഡിയാസ്. ഇനി ഏതൊക്കെയാണ് ഒറിജിൻ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് നോളജ് എന്ന് നോക്കാം. ഡിഡക്റ്റീവ് റീസണിങ് ഓർ റാഷണലിസം. ഡിഡക്റ്റീവ് റീസണിങ് ഓർ റാഷണലിസം. ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞിരുന്നു. അതേതാണ്? അനാലിസിസ് ആണ്, ജനറൽ ടു പർട്ടിക്കുലർ. അത് അരിസ്റ്റോട്ടിലിൻ്റെ സിലോജിസം, ബേസ്ഡ് ഓൺ ദി സിലോജിസം ഓഫ് അരിസ്റ്റോട്ടിലിൻ്റെ ലോജിക്കിലുള്ള സിലോജിസവുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളതാണ്. ഒരു മേജർ പ്രെമിസ് ഉണ്ട്, മൈനർ പ്രെമിസ് ഉണ്ട്, അത് കഴിഞ്ഞൊരു കൺക്ലൂഷൻ ഉണ്ട്. എ പ്രയറി ഓർ സെൽഫ് എവിഡൻറ്റ് പ്രപ്പോസിഷൻ, മൈനർ പ്രെമിസ് പ്രൊവൈഡിങ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ആൻഡ് എ കൺക്ലൂഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഓൾ പ്ലാനറ്റ്സ് ഓർബിറ്റ് ദി സൺ, ദ എർത്ത് ഈസ് എ പ്ലാനറ്റ്, ദെർഫോർ ദി എർത്ത് ഓർബിറ്റ്സ് ദി സൺ. എ പ്രയറി ഓർ സെൽഫ് എവിഡൻറ്റ് പ്രപ്പോസിഷൻ ആണ് ആദ്യത്തെ സെൻറ്റൻസ്, ആദ്യത്തെ വരി. ഓൾ പ്ലാനറ്റ്സ് ഓർബിറ്റ്സ് ദി സൺ, ഓൾ പ്ലാനറ്റ്സ് ഓർബിറ്റ്സ് ദി സൺ. ദെൻ മൈനർ പ്രെമിസ് അതാണ്, എർത്ത് ഈസ് എ പ്ലാനറ്റ്. ദെൻ കൺക്ലൂഷൻ എന്താണ്? എർത്ത്, ദെർഫോർ എർത്ത് ഓർബിറ്റ്സ് ദി സൺ. അതൊരു ഡിഡക്റ്റീവ് റീസണിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്, അല്ലെ റാഷണലിസത്തിൻ്റെ എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാൻ വേണ്ടി ഒരു ഷോർട്ട് ഫോമാണ്. ഡിഡക്റ്റീവ് മെത്തേഡും ഇൻഡക്റ്റീവ് മെത്തേഡും ഓർക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ഷോർട്ട് ഫോമാണ് DGP പിഗ്. DGP ഡിഡക്റ്റീവ് ജനറൽ ടു പർട്ടിക്കുലർ. ഡിഡക്റ്റീവ് ജനറൽ ടു പർട്ടിക്കുലർ.
ഇനി ഇൻഡക്റ്റീവിൻ്റെ ഐ ആണ് ഈ നടുക്ക് കൊടുത്തിരിക്കുന്നത്. ഇൻഡക്റ്റീവ് പർട്ടിക്കുലർ ടു ജനറൽ, ഡിഡക്റ്റീവ് ജനറൽ ടു പർട്ടിക്കുലർ, ഇൻഡക്റ്റീവ് മെത്തേഡ് പർട്ടിക്കുലർ ടു ജനറൽ. അപ്പോൾ DGP പിക്ക് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും ഒരിക്കലും തിരിഞ്ഞു പോകില്ല. ഇതിനുള്ള ന്യൂമോണിക്സ് ഒക്കെ ഓർത്തിരിക്കുന്നത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ നോക്കാം, ഡിഡക്റ്റീവ് മെത്തേഡ് ജനറൽ ടു പർട്ടിക്കുലർ, എ വാലിഡ് കൺക്ലൂഷൻ ക്യാൻ ബി ഡെഡ്യൂസ്ഡ് ഫ്രം എ വാലിഡ് പ്രിമിസ്. റീസണിങ് ആയതുകൊണ്ടാണ് പ്രിമിസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അനാലിസിസുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്നു. its chief limitation was that it was not always related to the observation and experience and became merely mental exercise. ജനറൽ ടു പർട്ടിക്കുലർ ആണ്. അപ്പം ഇതെന്താണ്, ഒരു എക്സ്പീരിയൻസുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ജനറലായിട്ട് അനലൈസ് ചെയ്യുന്നതാണ്. അത് അതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. ഇത് ഡിഡക്റ്റീവ് മെത്തേഡ് ആരുടേതാണ്? ആരുടെ സിലോജിസവുമായിട്ട്? അരിസ്റ്റോട്ടിലിൻ്റെ സിലോജിസവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി അടുത്തതാണ് ഇൻഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് റീസണിങ് ഫ്രാൻസിസ് ബെക്കൺ. ഇൻഡക്റ്റീവ് റീസണിങ് പ്രപ്പോസ് ചെയ്ത ആരാണ്? ഫ്രാൻസിസ് ബെക്കൺ. അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റാണ്. ഏതാ? പർട്ടിക്കുലർ ടു ജനറൽ. പിഗ് ഓർക്കുക, പർട്ടിക്കുലർ, ഇൻഡക്റ്റീവ്, ജനറൽ, പർട്ടിക്കുലർ ടു ജനറൽ. ഫ്രാൻസിസ് ബെക്കൺ. ഒബ്സർവേഷൻ ഓഫ് ഇൻഡിവിജ്വൽ കേസസ്. ഓരോ ഇൻഡിവിജ്വൽ കേസിനെയും ഒബ്സർവ് ചെയ്ത് അതിൽ നിന്നും ഒരു ജനറൽ കൺക്ലൂഷനിൽ എത്തിച്ചേരുകയാണ് ഏതിനകത്ത്? ഇൻഡക്റ്റീവ് റീസണിങ്ങിനകത്ത്. ബെക്കൺ ഇൻഡക്റ്റീവ് റീസണിങ് ഫോംസ് ദി ബേസിസ് ഓഫ് മോഡേൺ സയൻസ്. മോഡേൺ സയൻസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഈ ഇൻഡക്റ്റീവ് മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഫിലോസഫർ അല്ലെങ്കിൽ എഡ്യൂക്കേഷണലിസ്റ്റ് എന്തായിരിക്കണം? ക്യൂൻ ഒബ്സർവർ ആയിരിക്കണം. ഓരോ ഇൻഡിവിജ്വൽ കേസിനെയും ക്യൂനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ഈ അടുത്ത ഏരിയ ആണ് സോഴ്സ് ഓഫ് നോളജ് ആണ് ഇൻഡ്യൂഷണലിസം. അത് സഡൻ അപ്രിഹിഷൻ ഓഫ് അല്ലെ ഡയറക്റ്റ് അപ്രിഹിഷൻ ഓഫ് നോളജ് ആണ് ഏത്? ഇൻഡ്യൂഷണലിസം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇൻഡ്യൂഷൻ? ദ ഫാൾട്ടി ഓഫ് നോളജ് ഓർ അണ്ടർസ്റ്റാൻഡിങ് സംതിങ് വിത്തൗട്ട് റീസണിങ് ഓർ പ്രൂഫ്. റീസണോ അല്ലെ പ്രൂഫോ ഇല്ലാതെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അറിയുന്നതാണ്. ഇത് നമ്മുടെ മുന്നറിവുകളിൽ നിന്നും വരുന്നതാണ് ഏത്? ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. ജോർജ് സത്യാന പറയുന്നത് എന്താണ്? യൂസസ് ഇൻഡ്യൂഷൻ ടു മീൻ അവർ അവയർനെസ് ഓഫ് ഇമ്മീഡിയറ്റ് ഡേറ്റ ഓഫ് കോഷ്യസ്നെസ്. അവയർനെസ് ഓഫ് ഇമ്മീഡിയറ്റ് ഡേറ്റ ഓഫ് കോഷ്യസ്നെസ്. ദെൻ ഹോക്കിംഗ് പറയുന്ന സ്പീക്സ് ഓഫ് സെൽഫ് നോളജ് ആസ് ദി കോസ് ഓഫ് ഇൻഡ്യൂഷൻ. സെൽഫ് നോളജ് ഈസ് ആസ് ദി കോസ് ഓഫ് ഇൻഡ്യൂഷൻ. ഇൻഡ്യൂഷണലിസ്റ്റ് മെയിൻറ്റെയിൻ എ മേജർ ജഡ്ജ്മെൻറ്റ് ആർ കൊഗ്നിറ്റീവ് സ്റ്റേറ്റ് ആൻഡ് ദാറ്റ് സം അറ്റ് ലീസ്റ്റ് ഓഫ് ദീസ് ജഡ്ജ്മെൻറ്റ് ആർ ട്രൂ. അവർ കൊഗ്നിറ്റീവ് ലെവലിലാണ് ചിന്തിച്ച് അതിനൊരു റിസൾട്ട് പറയുന്നത്. അതെല്ലാം കറക്റ്റ് ആയിരിക്കണമെന്നില്ല, കുറച്ചേ ഉള്ളൂ. ഇനി അതിനകത്ത് ബാക്ക്വേർഡ് ആയിട്ടുള്ള ഇൻഫറൻസും ഉണ്ട്, ഫോർവേഡ് ആയിട്ടുള്ള ഇൻഫറൻസും ഉണ്ട്. അപ്പം ഈ ഇൻഫറൻസ് അല്ലെങ്കിൽ ഈ ഇൻഫറൻസ് ബാക്ക്വേർഡ് ആയിട്ടുള്ള ഇൻഫറൻസ് ഉണ്ട്, ഫോർവേഡ് ആയിട്ടുള്ള ഇൻഫറൻസ് ഉണ്ട്. ഈ കേസിൽ ഈ നോളജ് അക്വയർ ചെയ്യുന്ന എക്സ്പീരിയൻസിലൂടെയുള്ള നോളജ് കൂടുതലുണ്ടെങ്കിൽ എന്തായിരിക്കും? അവർ പറഞ്ഞ കാര്യം കൂടുതൽ കറക്റ്റ് ആയിരിക്കും. അപ്പം വാസ്റ്റ് നോളജ് കൂടുതലുണ്ടെങ്കിലോ? ഇൻഡീഡ് ദ വാസ്റ്റ് നോളജ് വി ബിൽഡപ്പ് ഓവർ ടൈം അലോസ് റിയൽ വേൾഡ് പ്രഡിക്ഷൻസ്. നമ്മുടെ പ്രഡിക്ഷൻസ് കൂടുതൽ കറക്റ്റായിട്ട് വരാൻ സാധിക്കും. എനേബിളിംഗ് അസ് ടു ആക്ട് ക്വിക്കലി ആൻഡ് എഫക്റ്റീവ്ലി ഇൻ സിറ്റുവേഷൻസ് ദാറ്റ് മോസ്റ്റ് ഓഫ് അസ് ഹാവ് എൻകവേർഡ് മെനി ടൈംസ് ബിഫോർ. Learning or retrieval are also highly relevant to the successful intuitive process. Having experienced object and scenes before, we are highly adept that pattern matching to support our ability to decide and act quickly and effectively. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു കോഫി ഷോപ്പിലേക്ക് നമ്മൾ പോകുവാണെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കും? അവിടെ നിന്ന് നമുക്കൊരു കപ്പിൽ കോഫി കിട്ടും. ആ കോഫി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ പറയുന്നു നമ്മുടെ മനസ്സിലേക്ക് അത് ഹോട്ടായിരിക്കും. അത് താഴെ വീണിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് പരക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഡ്യൂഷനിലൂടെ മനസ്സിലാക്കാം. അതുമാത്രമല്ല, സഡനായിട്ട് നമുക്കുള്ള ഒരു നോളജും ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്? ഇൻഡ്യൂഷണലിസവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്.
ഇൻഡ്യൂഷൻ ആൻഡ് ഇൻ്റലിജൻസ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇൻ്റലിജൻസും ഇൻഡ്യൂഷനും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള കാര്യങ്ങൾ ആണ്. മിസ്റ്റിക്സ്, അക്കോർഡിംഗ് ടു മിസ്റ്റിക്സ് പറയുന്നത് എങ്ങനെയാണ്? ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് ക്ലൂ ടു വിഷൻ ആണ്. ക്ലൂ ടു വിഷൻ ഓഫ് റിയാലിറ്റി ടു റിസീവ് ദ ഇൻസ്പിരേഷൻ ഓഫ് ഇന്നെമിനൻറ്റ് ഗോഡ് ഓർ എക്സ്പീരിയൻസ് ഓഫ് യൂണിറ്റി വിത്ത് ഗോഡ്. നമ്മളിപ്പോൾ ഏതൊക്കെയാണ് പഠിച്ചത്? ഇൻഡക്റ്റീവ് മെത്തേഡ്, ഡിഡക്റ്റീവ് മെത്തേഡ്, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റീസണിങ്, ഡിഡക്റ്റീവ് റീസണിങ്, ഇൻഡ്യൂഷണലിസം. അടുത്തത് എക്സ്പീരിയൻസ് ഓർ എംപരിസം. എക്സ്പീരിയൻസ് ഓർ എംപരിസം എന്ന് പറയുമ്പോൾ വേരിഫൈഡ് ഡേറ്റയാണ് വരുന്നത്. ത്രൂ എക്സ്പീരിയൻസ്, നമ്മുടെ എക്സ്പെരിമെൻറ്റിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അനുഭവിച്ച ഡേറ്റയാണ് ഏത് എംപരിസം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രാഗ്മാറ്റിസം, എക്സ്റ്റൻഷ്യലിസം ഇവയൊക്കെ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ആക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫിലോസഫിയാണ്. ത്രൂ അവർ സെൻസ് ഓർഗൻസിലൂടെ നമ്മൾ നോളജ് അക്വയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ടനുഭവിച്ച് സ്പർശിച്ച് ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞ നോളജാണ്, അതിനാൽ അഥവാ ട്രൂ ആണ്. അപ്പോൾ പ്രാഗ്മാറ്റിസം ഹ്യൂമൻ എക്സ്പീരിയൻസിലും എക്സ്റ്റൻഷ്യലിസം പേഴ്സൺസ് ഇൻറ്റ്യൂട്ടീവ് പെർസെപ്ഷനുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവയൊക്കെ എംപരിസത്തിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസിൽ ബേസ് ചെയ്തിട്ടുള്ള നോളജിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിലോസഫിക്കൽ ശാഖകളാണ്. ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ജോൺ ലോക്ക് പറയുന്നത് എന്താണ്? മൈൻഡ് എന്ന് പറയുന്ന ബ്ലാങ്ക് സ്ലേറ്റ് അപ്പോൺ വിച്ച് എനിത്തിങ് കുഡ് ബി ഇംപ്രിൻറ്റഡ്. അതായത് ഓരോ വ്യക്തിയും ജനിക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സെന്ന് പറയുന്ന ബ്ലാങ്ക് സ്ലേറ്റ് അല്ലെങ്കിൽ ബ്ലാങ്ക് ടേബിളിന് തുല്യമാണ്. അതിൽ നമ്മൾ എന്ത് ഇംപ്രിൻറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് ആ വ്യക്തി ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എക്സ്പീരിയൻസ് ഓർ എംപരിസം ഏതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? നമ്മുടെ ആക്ഷനുമായിട്ട്. റിയൽ വേർഡ്, അതിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നോളജ് കിട്ടുന്നുണ്ട്. സെൻസസിലൂടെയാണ് ഈ നോളജിനെ നമ്മൾ പെർസെപ്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സംവേദിക്കുന്നത്. ദെൻ അതോറിറ്റി ഓർ അതോറിറ്റേറിയനിസം. അതോറിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അറിയാം ഏതെങ്കിലും ഒരു സുപ്രീം അതോറിറ്റി ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ റിലീജിയസ് ടെക്സ്റ്റ് ബുക്കിലൂടെയോ അല്ലെങ്കിൽ ഗോഡ്, സൂപ്പർ നേച്ചർ ബിലീഫ്സ്, ഇതിൽ നിന്നും വരുന്ന ഒരു നോളജിനെയാണ് ഏത് ഉദ്ദേശിക്കുന്നത്? അതോറിറ്റി അല്ലെങ്കിൽ അതോറിറ്റേറിയനിസം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചർച്ച്, സ്റ്റേറ്റ്, ട്രഡീഷൻ ഇവയൊക്കെ എന്താണ്? അതോറിറ്റേറിയൻ ആയിട്ടുള്ള നോളജിന് എക്സാമ്പിൾസ് ആണ്. ഹിസ്റ്റോറിക്കലി മച്ച് അതോറിറ്റി ഹാസ് റെസ്റ്റഡ് ഓൺ ദി ബിലീഫ് ഇൻ ഗോഡ് ഓർ സൂപ്പർ നാച്ചുറൽ ആൻഡ് റിവലേഷൻസ് ഓഫ് ഡിവൈൻ ട്രൂത്ത് ടു ഇൻസ്പയർ മെൻ ആൻഡ് വുമൺ. മെനി റിലീജിയൻസ് റെസ്റ്റ് ഓൺ ദി നോളജ് കാംസ് എറൈസിങ് ഫ്രം ദി ഹോളി സ്ക്രിപ്ചേഴ്സ്. ഓരോ മതത്തിനും അതിൻ്റേതായ ബുക്കുകളുണ്ട്. ആ ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്നുള്ള ആ ഒരു രീതി, അതൊരു സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് വരുന്നതാണ് അതോറിറ്റി അല്ലെങ്കിൽ അതോറിറ്റേറിയനിസം എന്ന് പറയുന്നത്. ഏതൊക്കെ ഫിലോസഫിയാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്? ഐഡിയലിസം ആൻഡ് റിയലിസം ഒക്കെ അതോറിറ്റേറിയനിസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫിലോസഫിയാണ്. ഇമ്പോർട്ടൻസ് ഓഫ് എപ്പിസ്റ്റോമോളജി ഇൻ എഡ്യൂക്കേഷൻ. എപ്പിസ്റ്റമോളജിക്ക് എഡ്യൂക്കേഷന് ഉള്ള പ്രാധാന്യം എന്താണ്? ഇതിവിടെ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിലാണ്. കരിക്കുലം ഡെവലപ്മെൻറ്റിലായിരുന്നു ഏത് ഇമ്പോർട്ടൻസ് വന്നിരുന്നത്? നമ്മുടെ മെറ്റാഫിസിക്സിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നത്. എപ്പിസ്റ്റമോളജി എഡ്യൂക്കേഷനിൽ വരുന്ന മെത്തേഡ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്, എങ്ങനെ പഠിപ്പിക്കണം. അപ്പോൾ ഐഡിയലിസ്റ്റ് ആണെങ്കിൽ എന്ത് പറയും? റീകോൾ ഓഫ് ഐഡിയാസ് ദാറ്റ് ഓൾറെഡി പ്രസൻറ്റ് ഇൻ മൈൻഡ്. മനസ്സിൽ ഓൾറെഡി ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കിടക്കുന്ന ആശയങ്ങളെ നമ്മൾ കേട്ടു പഠിച്ച് റീകോൾ ചെയ്യുക. അപ്പോൾ ഐഡിയലിസം ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ ഇത് ഈസി ആയിട്ട് മാറും. ഇനി പ്ലേറ്റോയിന് റെമിനിസൻസ് ഓർ റീകളക്ഷൻ, നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉള്ള കാര്യങ്ങളെ റീകളക്റ്റ് ചെയ്യുവാണ് ഏത്? പ്ലേറ്റോ പറയുന്ന പ്ലേറ്റോയുടെ എപ്പിസ്റ്റമോളജി അനുസരിച്ച്. പിന്നെ സോക്രാറ്റിക് മെത്തേഡ്, ഡയലോഗ് മെത്തേഡ് അടുത്തൊരു എഡ്യൂക്കേഷണൽ മെത്തേഡാണ്. ടീച്ചറും ക്വസ്റ്റ്യനും, ഇതും ഐഡിയലിസ്റ്റ് ഫിലോസഫീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പ്ലേറ്റോയും ഐഡിയലിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. റിയലിസ്റ്റ് ഹോൾഡ് ദാറ്റ് നോളജ് ഒറിജിനേറ്റ് ഇൻ ദി സെൻസേഷൻസ് വി ഹാവ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ അവർ എൻവയോൺമെൻറ്റ്. പ്രകൃതിയിൽ കാണുന്ന വസ്തുക്കളിൽ നിന്നും സെൻസേഷനിലൂടെ, അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, സെൻസ് ഓർഗൻസിലൂടെയാണ് നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നതെന്നാണ് റിയലിസ്റ്റ് പറയുന്നത്.
Pragmatists hold that we create knowledge by interacting with our environment in problem solving episode. നമ്മുടെ പ്രോബ്ലം സോൾവിങ് എപ്പിസോഡിലൂടെ എൻവയോൺമെൻറ്റുമായിട്ട് അല്ലെങ്കിൽ ത്രൂ ആക്ഷൻസ് നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എക്സ്റ്റൻഷനിലിസ്റ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എന്താണ്? അവർ ഓൺ നോളജ്. വി ക്രിയേറ്റ് അവർ ഓൺ നോളജ്. നമ്മൾ തന്നെയാണ് നമ്മുടെ നോളജ് ക്രിയേറ്റ് ചെയ്യുന്നത് ബൈ ചൂസിങ് വാട്ട് വി വിഷ് ടു ബിലീവ് ആൻഡ് അപ്രോപ്രിയേറ്റിംഗ് ഇറ്റ്സ് ആസ് ഓൺ. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവ്സ്, അതിനകത്ത് മേജർ ബ്രാഞ്ചസായ 2 ബ്രാഞ്ചസിനെ കുറിച്ചെല്ലാം ചെറുതായിട്ട് പഠിച്ചു. മെയിനായിട്ട് നമ്മൾ പഠിച്ചത് മെറ്റാഫിസിക്സ്, ഫിലോസഫിയുടെ എറ്റിമോളജിക്കൽ മീനിങ് നോക്കി. എന്താണ്? ലവ് ഓഫ് വിസ്ഡം, ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. ഫിലോസ്, ലവ്, സോഫിയ, വിസ്ഡം. ഫിലോസിൻ്റെ സ്നേഹം സോഫിയയെ ജ്ഞാനത്തിലേക്ക് നയിച്ചു, അല്ലെ വിസ്ഡത്തിലേക്ക് നയിച്ചു. ആ കാര്യം ഓർക്കുക. ഇന്ത്യൻ കൺസെപ്റ്റ് ഓഫ് ഫിലോസഫി എന്താണ്? ദർശൻ, ഡിറൈവ്ഡ് ഫ്രം സംസ്കൃത് വേർഡ് ദൃഷ്ടി, മീനിങ് ടു സീ. ദൃഷ്ടി മീൻസ് ടു സീ. ഇനി പ്രൈമറി ഫീച്ചേഴ്സ് ഓഫ് ഫിലോസഫി: ആർട്ടിക്കുലേഷൻ, ആർഗ്യുമെൻറ്റ്, അനാലിസിസ് ആൻഡ് സിന്തസിസ്. What are the nature of philosophy? Philosophy is an activity of critiquing. It is a systematic inquiry. It is an integrative discipline. It is a technique of thinking and it is a way of life. Branches of philosophy: 3 major branches ആണുള്ളത്. ഏതൊക്കെയാണ്? മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റമോളജി, ആക്സിയോളജി. മെറ്റാഫിസിക്സ് മീൻസ് ബിയോണ്ട് ഫിസിക്സ് ഓർ ആഫ്റ്റർ ഫിസിക്സ്. മെറ്റ, ആഫ്റ്റർ, ഫിസിക്ക, those on nature, that deals with the soul, God and other supernatural phenomena. 5 പാർട്ടാണ് മെറ്റാഫിസിക്സിനകത്ത് വരുന്നത്, അല്ലെ സബ് പാർട്ടായിട്ട് എടുക്കാം. തിയോളജി, കൺസെപ്റ്റ് ഓഫ് സോൾ, സയൻസ് ഓഫ് യൂണിവേഴ്സ്, സയൻസ് ഓഫ് ക്രിയേഷൻ ആൻഡ് കോസ്മോളജി. അരിസ്റ്റോട്ടിൽ ഈസ് റിഗാർഡഡ് ആസ് ഫാദർ ഓഫ് മെറ്റാഫിസിക്സ്. എപ്പിസ്റ്റമോളജി സ്റ്റഡീസ് ദി നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് നോളജ്. എപ്പിസ്റ്റമെ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, മീൻസ് നോളജ്. സംസ്കൃത് ഇക്വലന്റ് പ്രമാണ. പ്രോബ്ലം ഓഫ് നോളജ്: ത്രൂ പെർസെപ്ഷൻ സെൻസ് organs we percept. Perception transferred to concept, then it transferred to ideas. What are the origin or sources of knowledge? Deductive reasoning or rationalism based on Aristotle's syllogism. DGP pick, particular to general to particular. Deductive, inductive, particular to general. Inductive reasoningൻ്റെ ഉപജ്ഞാതാവാരാണ്? ഫ്രാൻസിസ് ബെക്കൺ. Intuitionalism, direct apprehension of knowledge. Then experience or empirism, sense organs. Through sense organs from activity we are the sources of knowledge. ജോൺ ലോക്കിൻ്റെ കാര്യം ഓർക്കുക, blank table or slate. Authority, authoritarianism, then data from religious text. Idealism, realism are based on authoritarian nature. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ ആക്സിയോളജിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇതിൻ്റെ ഡയറ്റിൻ്റെ എല്ലാ പോർഷൻ്റെയും ജനറൽ പേപ്പറിൻ്റെ എല്ലാ പോർഷൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിൽ മെറ്റീരിയൽസും അവൈലബിൾ ആണ്. ചെറിയൊരു ഫീസുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 7907241846 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ അവർ ചാനൽ. താങ്ക് യു.